ഡിയർ സ്റ്റുഡൻസ്, അനിമൽ കിങ്ഡം നമ്മൾ 2 പാർട്ട് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടാണ് പാർട്ട് 3. പാർട്ട് 3-ൽ ആദ്യത്തെ ഫൈലമായ ഫൈലം പോറിഫറ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. പോറിഫറ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ പോർ ബിയറിങ് ആനിമൽസ് എന്നാണ്. ഈ ആനിമൽസിനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസ് ആണെന്ന് പോലും തോന്നുന്നില്ല, അതേപോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇതേപോലുള്ള കുറേ ആനിമൽസാണ് ഇതിൽ ഈ ഫൈലത്തിൽ വരുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതേപോലുള്ള ജീവികളാണ്. ഇത് കൂടുതലും കാണുന്നത് കടലിലാണ്. ദേ ആർ മറൈൻ. മിക്കവാറും ഉള്ള കൂടുതലും ജീവികൾ പോറിഫേഴ്സ് എല്ലാം തന്നെ കടലിലാണ്. പക്ഷേ ചിലത് മാത്രം ഫ്രഷ് വാട്ടറും ഉണ്ട്. ഇതൊരു ഫ്രഷ് വാട്ടർ ഫോമാണ്. സ്പോഞ്ചില എന്ന് പറയും. സൈക്കോൺ എന്നും യൂസ്പോഞ്ചിയ എന്നും ഒക്കെ പറയുന്ന ജീവികളാണ് ഇതിൽ വരുന്നത്. ഇവരെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തൊട്ട് നോക്കിയാൽ ഒരു സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫൈലത്തിലെ ജീവികളെയെല്ലാം സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. സ്പോഞ്ചുകൾ എന്നാണ്. മെമ്പേഴ്സ് ഓഫ് ദ ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ജീവികൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഇതേപോലെ സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത് ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൈലം പോറിഫറ എന്ന പേര് വരാൻ കാര്യം ദർ ബോഡി ബിയേഴ്സ് ന്യൂമറസ് പോഴ്സ്. സുഷിരങ്ങളുണ്ട്. ശരീരം നിറയെ അവരുടെ ബോഡിയുടെ ബോഡി എന്ന് പറയുന്ന ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ബോഡിയിൽ നിറയെ സ്മോൾ ഹോൾസ് നമുക്ക് കാണാം. സുഷിരങ്ങൾ, കിഴുത്തകൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ പോർ ബിയറിങ് ആനിമൽസ് അല്ലെ പോറിഫറ. പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവ ഈ പേര് കിട്ടിയെന്ന് ചോദിച്ചാൽ ദേ ആർ പോർ ബിയറിങ് ആനിമൽസ് എന്ന് പറയും. പിന്നെ ദേ ആർ ജനറലി മറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആനിമൽ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ദേ ആർ മറൈൻ അല്ലേ. കൂടുതലും ജീവികൾ മറൈനാണ്, കടലിൽ കാണുന്നവരാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ അസിമെട്രിക്കൽ ആനിമൽ. അസിമെട്രി നമ്മൾ സിമെട്രി പഠിച്ചതാണ് അല്ലേ. സിമെട്രി ഇല്ലാത്ത തരം ജീവികളാണ് എസിമെട്രിക്കൽ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെട്രി ഇല്ലാത്തവരാണ് ഈ സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫേഴ്സ് എന്ന് പറയുന്ന ജീവികൾ. പിന്നെ ദീസ് ആർ പ്രിമിറ്റീവ് മൾട്ടിസെല്ലുലാർ ആനിമൽസ് ആൻഡ് ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആദ്യം നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചപ്പം നമ്മൾ ഉദാഹരണമായിട്ട് സ്പോഞ്ചസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ ഒരു പ്രിമിറ്റീവായിട്ടുള്ള ആദ്യകാലം ഉണ്ടായ മൾട്ടിസെല്ലുലാർ ആനിമൽസ് ആണ്. മൾട്ടിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവികൾ. പക്ഷേ ഇവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെൽ അഗ്രിഗേറ്റ് ആയിട്ടാണ്. സെല്ലുകൾ ഒന്നിച്ച് കൂട്ടമായിട്ട് ഇരിക്കുകയാണ്. അല്ലാതെ ടിഷ്യൂസോ ഓർഗൻസോ ഒന്നുമേ ഇല്ല. വെറുതെ കുറേ കോശങ്ങൾ അടുക്കി വെച്ചേക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓർഗനൈസേഷൻ, ഇവരുടെ ശരീരഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദീസ് ആർ പ്രിമിറ്റീവ് മൾട്ടിസെല്ലുലാർ ആനിമൽസ് ആൻഡ് ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുകൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, ഇവർക്ക് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഇവരുടെ ബോഡിയിൽ ഉണ്ട്. ഇത് നേരത്തെ നമ്മൾ കാണിച്ച സ്പോഞ്ചസിൻ്റെ സെക്ഷൻ എടുത്ത് കാണിച്ചേക്കാണ്. ഇവിടെ ശരീരത്തിൽ മൊത്തം സുഷിരങ്ങളാണുള്ളത്. ആ സുഷിരങ്ങൾ ഇവർ കടലിലാണല്ലോ കാണുന്നത്, കടലിൽ കാണുന്നവരാണ്. അപ്പോൾ ഈ സുഷിരങ്ങൾ വഴി എപ്പോഴും വെള്ളം ഉള്ളിലേക്ക് കയറും. ഈ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയ എന്ന് പറയും. ഓസ്റ്റിയ വഴി വെള്ളം ഉള്ളിലേക്ക് കയറും. ഈ ബോഡിക്കുള്ളിൽ ഒരു ക്യാവിറ്റി നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ശരീരത്തിനുള്ളിലായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. എ സെൻട്രൽ ക്യാവിറ്റി കോൾഡ് സ്പോഞ്ചോസീൽ. സ്പോഞ്ചോസീൽ. സീൽ എന്ന് പറഞ്ഞാൽ സീലോം. നമ്മൾ സീൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാവിറ്റി എന്നുള്ള മീനിങ് ആണ് സീൽ. അപ്പോൾ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ സ്പോഞ്ചസിനുള്ളിലുള്ള ക്യാവിറ്റി എന്നാണ്, സെൻട്രൽ ക്യാവിറ്റി. അപ്പോൾ ഈ ഓസ്റ്റിയ എന്ന് പറയുന്ന സുഷിരങ്ങൾ വഴി ശരീരത്തിൽ നിറയെ സുഷിരങ്ങളാണ്. ഇത് വെള്ളത്തിൽ കിടക്കുന്നത് കാരണം ഓസ്റ്റിയ വഴി എപ്പോഴും വെള്ളം ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് ഇത് നിറയുമ്പോൾ
വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും. നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഇതിലെ പുറത്തേക്ക് പോകും. ആ ഓപ്പണിങ്ങിനെയാണ് ഓസ്കുലം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം ഓസ്റ്റിയ വഴി ഉള്ളിൽ കയറുന്നു, സ്പോഞ്ചോസീലിൽ കൂടെ നിറഞ്ഞ് ഓസ്കുലം വഴി പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഇവരുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. Sponges have a water transport or canal system. Water enters through minute pores called ostia in the body wall into the central cavity spongiocele, from where it goes out through the osculum. അപ്പോൾ വെള്ളം എങ്ങനെ കയറുന്നത്? വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോഴ്സ് വഴി കയറുന്നു. കോൾഡ് അതിൻ്റെ പേരാണ് ഓസ്റ്റിയ. ഇൻ ദ ബോഡി വാളിലുള്ള ഓസ്റ്റിയ വഴി വെള്ളം അകത്തേക്ക് കയറുന്നു. ഇൻറ്റു എവിടോട്ട് കയറുന്നു? സെൻട്രൽ ക്യാവിറ്റി കോൾഡ് സ്പോഞ്ചോസീൽ, ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. അവിടെ നിന്ന് അത് പുറത്തേക്ക് ഓസ്കുലം വഴി പോകുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ പാസേജ് എന്ന് പറയുന്നത് വാട്ടർ എൻ്റർ ചെയ്യുന്നത് അകത്തേക്ക് ഓസ്റ്റിയ വഴിയും സ്പോഞ്ചോസീലിൽ പോവുകയും സ്പോഞ്ചോസീലിൽ നിന്ന് നേരെ ഓസ്കുലം വഴി വെള്ളം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഇത് പഠിച്ചു വെച്ചേക്കുക. ഓസ്റ്റിയ വഴി വെള്ളം കയറുന്നു, സ്പോഞ്ചോസീലിൽ കയറുന്നു, സ്പോഞ്ചോസീലിൻ്റെ അവിടെ ഒരു ഓപ്പണിംഗ്, വെളിയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഔട്ടർ ഓപ്പണിംഗ്. ആ ഓപ്പണിങ്ങിനെ ഓസ്കുലം എന്ന് പറയുന്നു. വെള്ളം അതിൽ വഴി പുറത്തേക്ക്. വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഈ കനാൽ സിസ്റ്റത്തിനെയാണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്, വാട്ടർ കനാൽ സിസ്റ്റം. ഡയഗ്രാമാറ്റിക്കായിട്ട് കാണിച്ചേക്കാണ്. വെള്ളം സുഷിരങ്ങൾ വഴി കയറുന്നു, സ്പോഞ്ചോസീൽ വഴി പുറത്തേക്ക് പോകുന്നു. അവിടെ ബോഡി സ്ട്രക്ചർ കാണിച്ചേക്കാണ്. ഇങ്ങനെ വാട്ടർ എൻ്റർ ചെയ്ത് പുറത്തേക്ക് പോകുന്ന കാണിച്ചു. ഇത് ഹോൾ ബോഡിയിൽ ഉള്ള ഓപ്പണിങ്സ് കാണിച്ചേക്കാണ് ഈ പടം. ഇനി ഈ വാട്ടർ കനാൽ സിസ്റ്റത്തിൻ്റെ എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന്. വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വാട്ടർ. ഈ വെള്ളം കയറി ഇറങ്ങി പോകുന്ന സമയത്താണ് ഈ വെള്ളത്തിലൂടെ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ കയറുമ്പോൾ അത് ഉപയോഗിക്കുക അവർ. അതുപോലെ ഈ വെള്ളത്തിലുള്ള റെസ്പിറേറ്ററി ഗ്യാസസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഈ സ്പോഞ്ചോസീലിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് റിമൂവ് ചെയ്യാനും ഈ സിസ്റ്റം ഉപയോഗിക്കും. അപ്പോൾ വാട്ടർ കനാൽ സിസ്റ്റം ഹെൽപ്പിംഗ് ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, ശ്വസനത്തിന് സഹായിക്കും, റിമൂവൽ ഓഫ് വേസ്റ്റ്. അപ്പോൾ എല്ലാം ഈ വെള്ളത്തിൽ കൂടിയാണ് ചെയ്യുന്നത്. ആഹാരത്തിനെ ഗ്യാദർ ചെയ്യുന്നതും ഓക്സിജനും കാർബൺ ഡയോക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടത്തുന്നതും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നതും എല്ലാം ഈ വാട്ടർ കനാൽ സിസ്റ്റം വഴിയാണ്. ഇനി ഇവരുടെ ബോഡിക്കുള്ളിൽ ഈ സ്പോഞ്ചോസീലിൻ്റെ ഉള്ളിൽ ലൈനിങ്ങിലായിട്ട് we can see some cells called choanocytes or collar cells. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, സ്പോഞ്ചുകളുടെ ഉള്ളിലായിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. നമുക്ക് ഈ ഉൾഭിത്തിയിൽ, സ്പോഞ്ചോസീലിൻ്റെ ഉൾഭിത്തിയിലായിട്ട് കാണുന്ന കുറേ സെല്ലുകളുണ്ട്. അതിലൊരു സെല്ല് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ മൊത്തം ഈ തരം സെൽസ് നമുക്ക് കാണാം. ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് കൊയാനോസൈറ്റുകൾ ഓർ കോളർ സെല്ലുകൾ എന്ന് പറയും. അപ്പോൾ ഈ കോളർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽ. സ്പോഞ്ചോസീലിൻ്റെ ഉള്ളിൽ എല്ലാം ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുകയാണ് ഈ കോശങ്ങൾ. അതാണ് കൊയാനോസൈറ്റ്സ്. ഈ കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒറ്റ സെല്ലാണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ സീലിയയും ഉണ്ട്. സീലിയ നമുക്കറിയാമല്ലോ, ചെറിയൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ. ആ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് അതിങ്ങനെ ലാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്ന വെള്ളം മുന്നോട്ടൊഴുകി ഓസ്കുലം വഴി പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ഡൈജഷൻ എന്നും പറയും. അപ്പം കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ എവിടെയാണ് കാണുന്നത്? സ്പോഞ്ചോസീലിൻ്റെ ഭിത്തിയിലാണ് കാണുന്നത്. കൊയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽ. അത് ഓർത്തിരുന്നാണ് കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. കോളർ സെൽസ് എന്ന് പറയും. ഇവർ ഫുഡ് ക്യാപ്ചറിങ്ങിനും അതുപോലെ തന്നെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനും ഇതിനുള്ളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകാനും ഒക്കെ സഹായിക്കുന്നത് കൊയാനോസൈറ്റ്സ് ആണ്. നെക്സ്റ്റ് അവരുടെ ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. ഇനി എന്താണ് ഡൈജഷൻ എന്ന് പറയുന്നത്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻട്രാ സെല്ലുലാറും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. ഇതിൽ
ഈ സ്പോഞ്ചുകളിൽ കാണുന്ന ഡൈജഷനെ പറയുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അതായത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളത്തിൽ കൂടിയാണ് വരുന്ന എന്ത് ഫുഡ് മെറ്റീരിയൽസിനെയും ഇവർ അബ്സോർബ് ചെയ്യും. അതായത് ഈ ഉൾഭിത്തിയിലിരിക്കുന്ന കോശങ്ങൾ, ഈ സ്പോഞ്ചോസീലിൻ്റെ ഭിത്തിയിലിരിക്കുന്ന കോശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കോശങ്ങളിലേക്ക് വെള്ളത്തിൽ കൂടി വരുന്ന സ്പോഞ്ചോസീലിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ഈ ഓരോ കോശങ്ങളും അബ്സോർബ് ചെയ്യും. അതാണ് ഇവിടെ കണ്ടത്. ഫുഡ് മെറ്റീരിയൽസ് ആ സെല്ലിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് ഈ സെല്ലിനുള്ളിലുള്ള പിന്നെ എൻസൈംസിൻ്റെ സഹായത്താൽ ഈ ഫുഡ് മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്യുകയും ആ അൺവാണ്ടഡ് വേസ്റ്റ് തിരിച്ച് ഈ വെള്ളത്തിലോട്ട് തന്നെ പുറത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കെടുത്ത് ഡൈജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയും. അതായത് സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ. ഇപ്പം നമ്മളിലൊക്കെ ആണെങ്കിൽ സെല്ലിനുള്ളിലല്ല ഡൈജഷൻ നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ചെന്നിട്ട് സ്റ്റൊമക്കിലേക്ക് എൻസൈംസ് വീഴുകയാണ് അല്ലേ. എൻസൈംസ് അവിടെ നിന്നുകൊണ്ട് എൻസൈംസ് ഫുഡ് മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്യും. ആ ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യത്തേ ഉള്ളൂ നമ്മുടെ ബോഡിയിൽ. അവിടെ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിലേക്ക് എടുക്കുന്നില്ല ഡൈജഷന് വേണ്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പോഞ്ചസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഈ സ്പോഞ്ചോസീലിൽ അകപ്പെടുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ഇതിൻ്റെ ചുറ്റിനുമുള്ള കോശങ്ങൾ അബ്സോർബ് ചെയ്ത് ഉള്ളിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിത്തിൻ ദ സെൽ, ദ ഡൈജഷൻ വിത്തിൻ ദ സെൽ ഈസ് കോൾഡ് ആസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഡൈജഷൻ എന്താണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷനെയാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ വെളിയിൽ വെച്ച്. ഹയർ ആനിമൽസിലെല്ലാം എക്സ്ട്രാ സെല്ലുലാറാണ്. സെല്ലിൻ്റെ പുറത്ത് ഒരു ക്യാവിറ്റി കാണും, അല്ലെ സ്റ്റൊമക്ക് കാണും, അതിനുള്ളിൽ വെച്ചാണ് ഡൈജഷൻ. ഇവിടെ അങ്ങനെ സ്റ്റൊമക്കോ അങ്ങനെ ഓർഗൻസോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഡയറക്റ്റ്ലി സെല്ലുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്തേക്ക് എടുത്തിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഡൈജഷൻ ഈസ് കോൾഡ് ആസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അടുത്ത്, the body is supported by skeleton made up of spicules or spongin fibers. ഇവരുടെ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ബോഡിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ. കോശങ്ങൾ മാത്രം, സെൽ അഗ്രിഗേറ്റ് ഫോംസ് ആണ് അല്ലേ, കോശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോശങ്ങൾക്കൊരു ബലം കിട്ടാൻ അല്ലെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇവരുടെ ബോഡിക്കുള്ളിലായിട്ട് ചില സ്കെൽറ്റൻസ് ഉണ്ട്. നമുക്ക് ബോഡിയിൽ സ്കെൽറ്റൻ സിസ്റ്റം ബോൺസും കാർട്ടിലേജും ഒക്കെ ഉള്ള പോലെ ഇവർക്ക് ചെറിയ ഫൈബേഴ്സ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ രീതിയിലിരിക്കുന്ന കുറേ കാൽസ്യം കാർബണേറ്റിൻ്റെ ചെറിയ സ്പിക്യൂൾസ് എന്ന് പറയും. ഇങ്ങനെ മുള്ളുകൾ പോലുള്ളതും ഈ ഷേപ്പിലും ഒക്കെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഇവരുടെ ബോഡിയുടെ പല ഭാഗത്തും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. ചിലത് ഇങ്ങനെ നെറ്റ്വർക്കായിട്ട് ഫൈബേഴ്സ്, സ്പോഞ്ചിൻ ഫൈബേഴ്സായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനൊരു ഫൈബേഴ്സോ അല്ല ഇതേപോലിരിക്കുന്ന ചില കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് പോലുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നത്, ഈ ബോഡിക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഈ സെൽസൊക്കെ ഇങ്ങനെ നേരെ ഈ ഷേപ്പിലിരിക്കാൻ കാരണം ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം, ഇവർക്കൊരു സ്കെൽറ്റൻ ഉണ്ടെന്നുള്ളതാണ്. ബോൺ അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇറ്റ്സ് മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിക്യൂളുകളെന്നോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്നോ പറയും. സ്പിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കുന്നത്, ഇത് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. അപ്പോൾ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആൻഡ് സ്പിക്യൂൾസ് ഗീവ് സപ്പോർട്ട് ടു ദ ബോഡി. അതാണ് അവരുടെ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഈ ജീവികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിൽ നമുക്ക് മെയിലെന്നോ ഫീമെയിലെന്നോ തരംതിരിച്ച് പറയാൻ പറ്റില്ല. ആകെ ഇവർക്കുള്ളത് കുറേ സെൽ അഗ്രിഗേറ്റ് ഫോമാണ് അല്ലേ, സെല്ലുകൾ കൂട്ടത്തോടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത തരം ജീവികളെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ആർ കോൾഡ് ആസ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡുഡൽ. ഈ സെയിം ഇൻഡുഡൽ തന്നെയാണ് ചില സെല്ലുകൾ എഗ്സായിട്ട് ഡെവലപ്പ് ചെയ്യും, ചില സെല്ലുകൾ സ്പേമായിട്ട് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഒരു എഗ്ഗ് ഉണ്ടാകും. ആ എഗ്ഗ് ഒരു ലാർവൽ സ്റ്റേജും ഉണ്ട്. ആ ലാർവ പോയി എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്ന് അടുത്ത സ്പോഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ. അപ്പോൾ ഈ ജീവികൾ എങ്ങനെയുള്ളവരാണ്, സെക്സസ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, മെയിൽ ഓർ ഫീമെയിൽ എന്നോ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവർ തന്നെ എഗ്ഗും സ്പേമും സെയിം ഇൻഡ്യൂഡൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് വിളിക്കുന്നത്.
and they produce egg, and the egg develop into a larva, and the larva develop into a new sponge. Hermaphrodite എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. is an animal having both, വേണമെങ്കിൽ നമുക്ക് പറയാം, both പിന്നെ eggs and sperms are produced. രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. Sponges reproduce asexually by fragmentation and sexually by formation of gametes. അപ്പോൾ സ്പോഞ്ചുകൾ രണ്ട് രീതിയിലും റീപ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, നമുക്കറിയാം സെക്സ് സെൽസിൻ്റെ യൂണിയൻ ഇല്ലാതെ നടക്കുന്ന റീപ്രൊഡക്ഷനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റേഷൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവരുടെ ബോഡി പാർട്സ് ഇങ്ങനെ മുറിഞ്ഞ് വീണാലും ആ മുറിഞ്ഞ ഭാഗത്തുനിന്ന് ഒരു യങ് വൺ ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ. മുറിഞ്ഞിട്ട് ആ മുറിഞ്ഞ ഭാഗം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷലി ബൈ ഫോർമേഷൻ ഓഫ് ഗെമീറ്റ്സ്, ഇത് ഫ്രാഗ്മെൻറ്റേഷൻ വഴി ഉണ്ടാവുന്നതും, ഇത് നമ്മൾ പറഞ്ഞത് നേരത്തെ സെക്സ് സെൽസ് അല്ലെങ്കിൽ സ്പേം സെല്ലും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ലാർവ ഉണ്ടാകുകയും അങ്ങനെ ലാർവ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഇവരുടെ പ്രത്യേകത, ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, ഹാവിങ് എ ലാർവൽ സ്റ്റേജ് വിച്ച് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അഡൽട്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, അവർ സ്പേമും എഗ്ഗും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പേമും എഗ്ഗും കൂടെ ഇവിടെ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂസ് ചെയ്തിട്ട് ലാർവ ഉണ്ടാവും. ആ ലാർവ ആണ് പുറത്ത് വരികയും ആ ലാർവൽ സ്റ്റേജ് മാറിയിട്ടാണ് പുതിയ സ്പോഞ്ചായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗെമീറ്റ് ആൻഡ് ഫീമെയിൽ ഗെമീറ്റിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ ആയ സ്പേം സെല്ലും ഫീമെയിൽ എഗ്ഗ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ ഓവം എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, ബീജസംയോജനം അല്ലേ. ഈ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? അകത്ത് വെച്ചാണ്, ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ എന്ന് പറയും. ബീജസംയോജനം അല്ലെങ്കിൽ സ്പേമും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുന്നത് ശരീരത്തിനുള്ളിൽ വെച്ചാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. പിന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ വീണ്ടും നമ്മൾ ഈ വാക്കുകൾ വീണ്ടും പറയുന്നുണ്ട്. അതിൽ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഗോട്ട് ഉണ്ടായി അതിൽ നിന്നൊരു ലാർവ ഉണ്ടാകുകയാണെങ്കിൽ ആ തരം ഡെവലപ്മെൻറ്റ് ലാർവ എങ്ങനെയായിരിക്കും? വിച്ച് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ അഡൽട്ട് അല്ലേ. അഡൽട്ടിനെ പോലെ അല്ല, ലാർവയായിട്ട് ഫോം ചെയ്യും. ആ ലാർവയിലാണ് ചില മാറ്റങ്ങൾ വന്നിട്ടാണ് അഡൽട്ടായിട്ട് അല്ലെങ്കിൽ ഒരു യങ് വണ്ണായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ ഒരു ലാർവൽ സ്റ്റേജ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ, in the development of an animal, if there is larval stage, such a development is called as indirect. അപ്പോൾ ലാർവൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ തരം ഡെവലപ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവ കാണത്തില്ല. ലാർവ ഉണ്ടെങ്കിൽ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ലാർവ ഉണ്ടെങ്കിൽ ഇത് ഈസ് ഇൻഡയറക്റ്റ്, ലാർവ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? റീപ്രൊഡക്ഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ഹെർമാഫ്രോഡൈറ്റ് ആണ്. അവരുടെ പിന്നെ സെക്സസ് സെപ്പറേറ്റ് അല്ല. മെയിലും ഫീമെയിൽ എഗ് ആൻഡ് സ്പേം ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു. അതുപോലെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഒരു ലാർവയുണ്ട്, അവരുടെ ലൈഫ് സ്പാനിൽ ലാർവയുണ്ട്. ആ ലാർവ ഡെവലപ്പ് ചെയ്തിട്ടാണ് യങ് വൺ ആയിട്ട് മാറുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് എന്നുകൂടി നമ്മൾ പറയും. ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസ് ആണ്. കുറേ ജീവികളെക്കുറിച്ച് കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഈ ജീവിയുടെ പേരാണ് സൈക്കോൺ എന്ന് പറയും. സൈക്കോൺ, അത് ഡയഗ്രാമാറ്റിക്കായിട്ട് വരച്ചേക്കാം. കണ്ടോ, ഇതിനൊരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ഓസ്കുലം എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്ലവർ വേസ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെവിടെയെങ്കിലും പറ്റി പിടിച്ചിരുന്നാണ് കാണുന്നത്. ആ പറ്റി പിടിച്ചിരുന്ന് കാണുന്ന ജീവി, സാധാരണ നമുക്കറിയാം ചെടികളാണല്ലോ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരുന്ന് വളരുന്നത്. ഈ ആനിമലാണെങ്കിൽ പോലും ഈ ജീവി എവിടെയെങ്കിലും പാറയിലോ തടിക്കഷ്ണത്തിലോ ഒക്കെ ഈ കടലിൻ്റെ അടിത്തട്ടിലൊക്കെ എന്ത് ചെയ്യുന്നു? പറ്റി പിടിച്ചിരുന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ പറയുന്നത് സെസൈൽ എന്ന് പറയും. സെസൈൽ ഓർഗാനിസമാണ്. പറ്റി പിടിച്ചിരിക്കുന്ന അറ്റാച്ച്ഡ് ഫോംസ് ആയിട്ട്
ഉള്ള ജീവികളാണ്. ഇനി മറ്റ് ചില ജീവികളുടെ പേരുകളാണ്. ഇതാണ് മറ്റൊരു സ്പോഞ്ചാണ്, സ്പോഞ്ചില്ല എന്ന് പറയും. ഇത് ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ആണ്. അതായത് ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു സ്പോഞ്ച് മാത്രമേ ഉള്ളൂ, അതിനെയാണ് സ്പോഞ്ചില്ല എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയാണ്? മറൈനാണ്, കടലിൽ കാണുന്നതാണ്, കടലിലുള്ള ജീവികൾ. പിന്നെ വേറൊരു ടൈപ്പാണ് യൂസ്പോഞ്ചിയ എന്ന് പറയുന്ന ജീവി. ഇത് ആക്ച്വലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ജീവി, ബാത്ത് സ്പോഞ്ചസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 ജീവികളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞ്. സൈക്കോൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല, 2-3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചു. ഇനി ഓരോ ഫൈലവും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ്, നമ്മൾ ബേസിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞു നോക്കാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഞാനൊന്നുകൂടെ വായിക്കാം. മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. അറിയാലോ, ദേ ആർ ജനറലി മറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആനിമൽ. അതും അറിയാലോ, മറൈനാണ്, അസിമെട്രിക്കലാണ്. These are primitive multicellular animals and have cellular level of organization. Cellular level of organization ഉള്ള ജീവികളാണ്. Sponges have a water transport or a water canal system. അതും പറഞ്ഞു. Water enters through minute pores called ostia in the body wall and into the central cavity spongiocele, from where it goes out through the osculum. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഓപ്പണിങ്സിൻ്റെ പേരും എവിടെ കൂടാണ് വെള്ളം കയറുന്നതും വെള്ളം പുറത്തു പോകുന്നതും എതിലെയാണെന്നുള്ള കാര്യം വാട്ടർ കനാൽ സിസ്റ്റം ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി വെക്കുക. ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം. ദ പാത്വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഹെൽപ്ഫുൾ ഇൻ വാട്ടർ കനാൽ സിസ്റ്റം എന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, റെസ്പിറേഷൻ എഴുതിയാലും മതി, റിമൂവൽ ഓഫ് വേസ്റ്റ്, ഫുഡ് കളക്ട് ചെയ്യാൻ, റെസ്പിറേഷന്, റിമൂവൽ ഓഫ് വേസ്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു കൊയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽ. കോളർ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? അത് ഡൈജഷനും സഹായിക്കുന്നുണ്ട്, അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടിനും സഹായിക്കുന്നുണ്ട്. ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. ഡൈജഷൻ എങ്ങനെയാണ്? സെല്ലിനുള്ളിൽ വെച്ചാണ് ഡൈജഷൻ. ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്കെൽറ്റൻ മേഡപ്പ് ഓഫ് സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. അവരുടെ ബോഡിയിലെല്ലാം കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് പോലുള്ള സ്പെക്യൂളുകളും സ്പോഞ്ചിൻ ഫൈബേഴ്സും ഉണ്ട്. അതവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. സെക്സസ് സെപ്പറേറ്റ് അല്ല, നോട്ട് സെപ്പറേറ്റ്, സോ ഇറ്റ് ഇസ് കോൾഡ് എസ് ഹെർമോഫ്രോഡൈറ്റ്. Eggs and sperms are produced by same individual. Sponges reproduce asexually by fragmentation. Fragmentation വഴിയാണ് asexual reproduction ചെയ്യുന്നത്. അതേപോലെ sexual reproduction by the formation of gametes. Fertilization internal ആണ്. Development is indirect, having a larval stage. ഇത്രയാണ് അവരുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സ്പോഞ്ചസ്, മറൈൻ, അസിമെട്രിക്കൽ, സെല്ലുലാർ ലെവൽ, വാട്ടർ കനാൽ സിസ്റ്റം, ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം, പിന്നെ വാട്ടർ കനാൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, കോളർ സെൽസ് ഉള്ള കാര്യം, ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ, സ്കെൽറ്റൻ, സ്പിക്യൂൾസ് എന്ന് പറയും, സെക്സസ് സെപ്പറേറ്റ് അല്ല എന്നുള്ളതും ഹെർമാഫ്രോഡൈറ്റ് എന്നുള്ളതും, അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ലാർവൽ സ്റ്റേജ് ഉള്ളവരാണ്. സോ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇത്രയാണ് സ്പോഞ്ചസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.